ഒരു സോപ്പ് കുമിള നിലനിൽക്കുന്നത് അതിനുള്ളിൽ ഉള്ള വായുവും സൂര്യപ്രകാശവും ഉള്ളതുകൊണ്ടാണ്. വായുവിലേക്ക് പോകുമ്പോൾ കുമിള അപ്രത്യക്ഷമാകുന്നു. ഇതുപോലെയാണ് മതവും. മതത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ആത്മീയ അംശം ഉള്ളതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ആത്മീയത എപ്പോഴും സ്വതന്ത്രമാണ്. പ്രപഞ്ച സ്വാഭാവികതയുടെയും പ്രപഞ്ച സൃഷ്ടിയുടെയും ഭാഗമായി നിലനിൽക്കുന്നതാണ്. അത് എപ്പോഴായാലും അത് സ്വതന്ത്രമായി പോകുക തന്നെ ചെയ്യും. മതത്തിൽ ഉള്ളതിനേക്കാൾ ആത്മീയ അംശം, ആത്മീയ ചൈതന്യവും ശക്തിയും ഓരോ വ്യക്തിയിലും ഉണ്ട്. സ്വതന്ത്രമായ ആത്മീയതയിലൂടെ മാത്രമേ ജീവജാലങ്ങൾക്ക് ആത്മീയ ലോകത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതും മാതൃത്വത്തിലൂടെ മാത്രം.